നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. പ്ലാസ്റ്റിക് തരൂ, പുസ്തകം വാങ്ങാൻ പണം തരാം. നിർമ്മല ഭവനം നിർമ്മല നഗരം പദ്ധതിക്ക് ആലപ്പുഴ SDV സ്കൂളിൽ തുടക്കമായി. തൊഴിലുറപ്പുകാരുടെ ശ്രദ്ധയ്ക്ക് തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ ദിശാബോധം നൽകാൻ NREGS പദ്ധതി ശ്രദ്ധയ്ക്ക് സാധിക്കുമെന്ന് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. മന്ത്രി മാണി മാറണം. കോഴ വിവാദത്തിൽ അന്വേഷണം നേരിടുന്ന KM മാണി രാജിവെക്കണമെന്ന് KR ഗൗരിയമ്മ. വാർത്തകൾ വിശദമായി. നിർമ്മല ഭവനം നിർമ്മല നഗരം പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകൾ തോറും നടപ്പാക്കുന്ന പ്ലാസ്റ്റിക് ശേഖരണത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് സ്കൂളുകളിൽ എത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാട്സൺ കൂപ്പൺ നൽകുന്നതാണ് പദ്ധതി. 10-20 രൂപകളുടെ കൂപ്പണാണ് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇതുപയോഗിച്ച് പഠനോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. ആലപ്പുഴ SDV സ്കൂളിൽ നടന്ന പദ്ധതി ഡോക്ടർ തോമസ് ഐസക് MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ കൂപ്പൺ ഉള്ളവര് അത് കൊണ്ടേ കൊടുത്താൽ ആ വിലക്കുള്ള പുസ്തകം ഇഷ്ടമുള്ളത് എടുക്കാം. അതാ പരിപാടി. അപ്പോൾ ആരംഭിക്കാമോ ടീച്ചറെ? അപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടില്ല, അവിടെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ നിൽക്കാൻ പാടില്ല, അവിടെ നമുക്ക് മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രവർത്തനമാണ് വാട്സൺ ക്ലബ്ബുകാർ ഏറ്റെടുക്കുന്നത്. അതിന് മുഖ്യമായിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യം വീട്ടിലും അയലത്തും ഇതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കലാണ്. ഇപ്പൊ നിങ്ങൾ പ്ലാസ്റ്റിക് എല്ലാം ഇറക്കിക്കൊണ്ടുവരുമ്പോൾ വീടുകളിൽ നിന്ന് മേടിച്ച് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കും, അച്ഛനും അമ്മയും ചോദിക്കും, ബന്ധുക്കളും ചോദിക്കും, അയൽക്കാരും ചോദിക്കും, എന്തിനാ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കണം ഇതുകൊണ്ടാണ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നോട്ടീസ് തയ്യാറാക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ നോട്ടീസ് തരും. അപ്പൊ അത് നോക്കിയിട്ട് നമ്മുടെ കുട്ടികളെല്ലാവരും വീട്ടിൽ ഇത് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ നഗരം പ്ലാസ്റ്റിക് മുക്തമാവും. സ്കൂൾ പ്രിൻസിപ്പൽ നന്ദിനിക്കുട്ടി അധ്യക്ഷയായി. നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയാനോ മാസിഡോ, കൗൺസിലർമാരായ K ബാബു, MR പ്രേം, PR അരവിന്ദാക്ഷൻ, KK ജയ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ ദിശാബോധം കൊടുക്കാൻ മഹാത്മാഗാന്ധി NREGS ശ്രദ്ധ പദ്ധതിക്ക് സാധിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. NREGS ശ്രദ്ധയുടെ ഭവന സന്ദർശനവും സങ്കേതതല യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ UPA സർക്കാർ പോയി NDA സർക്കാർ വന്നപ്പോഴത്തേക്ക് ഇനിയും ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി മുന്നോട്ട് പോകുമോ, അതോ ഈ പദ്ധതിക്ക് പകരം വേറെ പദ്ധതികൾ വരുമോ എന്നുള്ള വലിയ ഒരു ആശങ്കയൊക്കെ തന്നെ നിലവിലുണ്ടായിരുന്നു. എന്നാൽ പുതിയ പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, UPA സർക്കാർ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏതാണ്ട് 70% വരുന്ന ജനങ്ങൾക്ക് അവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് പണം എത്തുന്ന ഈ പദ്ധതി വർദ്ധിച്ച തോതിൽ തന്നെ ശക്തിയോടുകൂടി തന്നെ പുനരാരംഭിക്കും. എന്നാൽ അതിന്റെ ഒരു മുഖം മാറ്റിക്കൊണ്ട് അത് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയുടെ പ്രയോജനം ആ ജനങ്ങൾക്ക് നാടിനുണ്ടാകത്തക്ക രീതിയിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ അതിനൊരു പുതിയ മുഖം കൊടുത്തുകൊണ്ട് ഒരു പുതിയ പേരിട്ടുകൊണ്ട് അതിന്റെ ഇന്ന് ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മുടെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇവിടെ നടക്കുന്നു. ബഹുമാനപ്പെട്ട ജോപ്പൻ ജോയിയെ അഭിനന്ദിക്കാൻ അദ്ദേഹത്തിന്റെ 9ാം വാർഡിൽപ്പെട്ട വെണ്ണേലിത്തറ കോളനി നമ്മുടെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ കോളനിയായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. പട്ടികജാതി, പട്ടികവർഗ, മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ സമഗ്ര വികസനം ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജോർജ് മാത്യു പഞ്ഞിമരം അധ്യക്ഷനായ യോഗത്തിൽ ജോപ്പൻ ജോയി വാരിക്കാട്, അജയൻ, മണിയമ്മ, K മുരളി എന്നിവർ സംസാരിച്ചു.
ബാർക്കോഴ കേസിൽ മന്ത്രി കെ എം മാണി അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിൽ രാജിവെക്കണമെന്ന് JSS നേതാവ് KR ഗൗരിയമ്മ. മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും കോഴ വാങ്ങുന്നുവെന്നത് സത്യം തന്നെയാണെന്നും KR ഗൗരിയമ്മ. കോഴ വിവാദത്തിൽ അന്വേഷണം നേരിടുന്ന മന്ത്രിമാർ രാജിവെച്ച ചരിത്രമാണ് കേരളത്തിലുള്ളതെന്നും ഗൗരിയമ്മ പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അന്വേഷിക്കാൻ വന്നാൽ ഒരന്വേഷണം നടന്നാൽ കേരളത്തിൽ ഇന്നു വരെയുള്ള പാരമ്പര്യം മന്ത്രിയോടെ രാജിവെക്കുക. ഇന്നു വരെയുള്ള പാരമ്പര്യതാണ്. കരുണാകരനൊരു മണി നടത്തി ഒടുവിൽ കരുണാകരൻ രാജിവെച്ച് പോകേണ്ടി വന്നു. ഞങ്ങളറിയില്ല എണ്ണ ശുദ്ധീകരണം പാമോയില്ല രാജിവെച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെന്താ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അന്വേഷണം ഓർഡർ ചെയ്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഓർഡർ ചെയ്യൽ മാത്രമല്ല തുടങ്ങിക്കഴിഞ്ഞാൽ ആണ് രാജിവെക്കണം. ബാറുകൾ നിർത്തിയതിനോട് തനിക്ക് യോജിപ്പില്ലെന്ന നിലപാട് ഗൗരിയമ്മ ആവർത്തിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ താങ്ങാവുന്നതിലും അധികം ജലമെത്തിയ സാഹചര്യത്തിൽ അണക്കെട്ട് തുറന്നുവിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അമാന്തിക്കരുത്. അത്യാഹിതം ഒഴിവാക്കാൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കോടതി ഇടപെടണമെന്നും ഗൗരിയമ്മ പറഞ്ഞു. നിർമ്മാണ തൊഴിലാളി ബോർഡിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് INTUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്കാണ് മാർച്ച് നടന്നത്. തുടർന്ന് നടന്ന ധർണ DCC പ്രസിഡന്റ് A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഉറപ്പ്, ഇതെല്ലാം തൊഴിലാളി വിഭാഗങ്ങൾക്ക് ലഭിക്കണം. ക്ഷേമനിധിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളായാലും ഫീസുകളായാലും അതെല്ലാം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളായി ഈ ഓഫീസുകൾ മാറണം എന്നുള്ളതാണ് സത്യം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസിന് ഒരു ഓഫീസർ ഇല്ലാതായിട്ട് എത്രയോ മാസങ്ങളായിരിക്കുന്നു എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണു തുറപ്പിക്കണം. അത് ഇത്രയും കാലം സാധ്യമാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് INTUCയുടെ നേതൃത്വത്തിൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ ഈ സമരത്തിന്റെ പാതയിലേക്ക് വന്നിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് K. ദേവാനന്ദ് അധ്യക്ഷനായി. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ജോർജ്, റോബർട്ട് അടിമുറി, KV ലോറൻസ്, VP ഉറുമീസ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തിരിച്ചറിയുക എന്ന സന്ദേശവുമായി SDPI ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് നയിക്കുന്ന വാഹന പ്രചരണ ജാഥ കുട്ടനാട്ടിൽ നിന്നും ആരംഭിച്ചു. കിടങ്ങറ ബസാർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സമരജാഥ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് മണിയപ്പൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ വിവിധ മേഖലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകുന്നേരം 7:30 സഖറിയ ബസാറിൽ പ്രചാരണ ജാഥ സമാപിക്കും. അമ്പലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് നാസർ പുറക്കാട്, അൻസിൽ മൗലവി, നജീബ് മുല്ലാത്ത്, ഷജീർ കോയാമോൻ, നൈസാം, അൻസിൽ എന്നിവർ വാഹന പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകി. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഇവിടുത്തെ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വലിയ മുതലാളിമാർക്കും അല്ലെ കുത്തക കോർപ്പറേറ്റുകൾക്കും വിറ്റ് കാശാക്കി ഇവിടുത്തെ സാധാരണ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ സമരജാഥ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഈ സമരജാഥയിൽ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാ രീതിയിലുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആശങ്കകളും പ്രതിസന്ധികളും ഏറെയുണ്ടെങ്കിലും പ്രതീക്ഷയുടെ പുഞ്ചകൃഷിയിലേക്ക് നീങ്ങുകയാണ് കുട്ടനാടൻ കർഷകർ. കാർഷിക കലണ്ടർ കൃത്യമായി പിന്തുടരാൻ കഴിയാത്തതാണ് കുട്ടനാടൻ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. കഴിഞ്ഞ പുഞ്ചകൃഷിയേക്കാൾ 1500 ഹെക്ടറിലധികം സ്ഥലത്ത് കൃഷി ഇറക്കുവാനുള്ള തീരുമാനത്തിലാണ് കർഷകർ. കൃഷി ഇറക്കുന്നതിലെ കാലവ്യത്യാസം ഇക്കുറിയും പരിഹരിക്കപ്പെട്ടില്ല. സമീപകാലത്ത് കാർഷിക മേഖലയിൽ ഉണ്ടായ കനത്ത തിരിച്ചടികൾ കർഷകർക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവച്ചിരിക്കുന്നത്. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ 28,200 ഹെക്ടറിലാണ് ഇക്കുറി പുഞ്ച ഇറക്കുന്നത്. കഴിഞ്ഞ പുഞ്ചകൃഷിയിലും രണ്ടാം കൃഷി സീസണിലും നിരവധി പാടശേഖരങ്ങളിൽ മടവീഴ്ച ഉണ്ടാവുകയും കൃഷി നശിക്കുകയും ചെയ്തിരുന്നു. ഇതുമൂലം കർഷകർക്കുണ്ടായ നഷ്ടം പരിഹരിക്കുവാനുള്ള ധനസഹായ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കാലവർഷത്തെ തുടർന്ന് 45.27 കോടിയുടെയും വരൾച്ച മൂലം 2 കോടി രൂപയുടെ നഷ്ടമാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായതെന്നാണ് ഔദ്യോഗിക വിശദീകരണം.
എന്നാൽ നഷ്ടം ഇതിന്റെ ഇരട്ടിയിലധികമാണെന്നാണ് കർഷകർ പറയുന്നത്. രണ്ടാം കൃഷിയുടെ വിളവെടുപ്പ് പൂർത്തിയാകാതിരുന്നതാണ് പുഞ്ച വൈകാൻ കാരണം. തുലാമഴയും കൊയ്ത്തുമതി യന്ത്രങ്ങളുടെ അപര്യാപ്തതയുമൊക്കെ വിളവെടുപ്പ് വൈകുന്നതിന് ഇടയാക്കി. നെല്ല് സംഭരിക്കുന്നതിൽ സപ്ലൈകോ കാട്ടിയ അനാസ്ഥയും മില്ലുടമകളുടെ ഏജന്റുമാർ നെല്ലിൽ ഈർപ്പത്തിന്റെ അളവ് പെരുപ്പിച്ചു കാട്ടി നെല്ലെടുക്കാൻ വിസമ്മതിച്ചതും കാർഷിക മേഖലയിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഉമ നെൽവിത്താണ് ഭൂരിഭാഗം പാടശേഖരങ്ങളിലും വിതയ്ക്കുന്നത്. ജ്യോതി, കാഞ്ചന എന്നീ വിത്തനങ്ങളും പല ഭാഗത്തും വിതയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. അതേസമയം നെൽവിത്തിനായി മാസങ്ങൾക്ക് മുമ്പ് പണമടച്ചിട്ടും വിത്ത് നിരവധി പാടശേഖരങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇതും കർഷകരിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിൽ പാടശേഖരങ്ങളുടെ പുറംബണ്ട് ബലപ്പെടുത്താൻ കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിലും പാക്കേജ് അവസാനിച്ചെന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനവും കർഷകർക്ക് ഇരുട്ടടിയായി. പുറംബണ്ട് നിർമ്മാണം നടന്ന പാടശേഖരങ്ങളിൽ പരാതികളും വ്യാപകമാണ്. കുട്ടനാട് പാക്കേജ് കൊണ്ട് ഗുണമുണ്ടായത് തങ്ങൾക്കല്ല കരാറുകാർക്കാണെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. നെല്ല് സംഭരിച്ചപ്പോൾ തന്നെ ഇത്തവണ കർഷകർക്ക് PRS നൽകിയിരുന്നു. കഴിഞ്ഞ പുഞ്ചകൃഷി സമയത്ത് PRS നൽകാൻ കാലതാമസമുണ്ടായത് കർഷകർക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ PRS ലഭിച്ച ആർക്കും തന്നെ സപ്ലൈകോ സംഭരണ വില നൽകി തുടങ്ങിയിട്ടില്ല. രണ്ടാം കൃഷിയുടെ വിളവെടുപ്പ് വൈകിയതോടെ പുഞ്ചകൃഷിയുടെ വിത മാർച്ച് ഏപ്രിൽ വരെ നീളാനാണ് സാധ്യത. ഇത് വേനൽ മഴയും ഊരുവെള്ള ഭീഷണിയും ഉയർത്തുന്നുണ്ട്. നെൽവിത്തിനായി കർഷകർ മാസങ്ങൾക്ക് മുമ്പ് പണമടച്ചിട്ടും പല പാടശേഖരങ്ങളിലും വിത്ത് എത്തിച്ചിട്ടില്ല. അധികൃതർ അടിയന്തരമായി ഇടപെട്ട വിഷയം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തു വരുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി നൈനാൻ തോമസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. അപകടങ്ങളിൽ പതറുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. AC റോഡിൽ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് റോഡിന്റെ അപാകതകളും പ്രതിരോധ രക്ഷാമാർഗങ്ങളുടെ അപര്യാപ്തതയുമാണ്. കുട്ടനാട് ജോയിന്റ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ റോഡ് അപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മ ദിനാചരണം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു. നവംബർ 4-ന് അപകടമുണ്ടായ പള്ളിക്കുട്ടുമ ജംഗ്ഷന് സമീപം പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടികളും നടത്തുകയുണ്ടായി. എന്നാൽ BCom വിദ്യാർത്ഥിയുടെ മരണകാരണമായ അപകടത്തിന് വഴിയൊരുക്കിയ സാഹചര്യം ഒഴിവാക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. AC റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗം ഒഴിവാക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. എന്നാൽ അതേ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്.
റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ട ചുമതല RTOയ്ക്കല്ല, അത് PWDയുടെ പണിയാണ് എന്നാണ് ഇവരുടെ വാദം. PWD പറയുന്നതാകട്ടെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ റോഡിന്റെ പണി ചെയ്യേണ്ടത് KSTB ആണെന്നുമാണ്. എന്തായാലും ഇതൊന്നും സാധാരണക്കാർക്കറിയില്ല, അറിയേണ്ടതുമില്ല. അവർക്കാവശ്യം ടാക്സ് കൊടുക്കുന്ന തങ്ങൾക്ക് മതിയായ പരിരക്ഷ ഉറപ്പുവരുത്താൻ അധികാരികൾ ശ്രദ്ധിക്കുക എന്നതാണ്. ഓരോ മഴ വരുമ്പോഴും AC റോഡിലെ ഈ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. റോഡിന് വടക്ക് വശമുള്ള എഴുമാങ്കരി പാടശേഖരത്തേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ അനുവദിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. ഇതു സംബന്ധിച്ചുള്ള തർക്കം പരിഹരിക്കുവാൻ അധികൃതർക്ക് ഇതേവരെയും കഴിഞ്ഞിട്ടില്ല. AC റോഡിന്റെ വശങ്ങളിൽ പുല്ലു വളർന്ന് റോഡിലേക്ക് ഇറങ്ങിയത് നിമിത്തം കാൽനടക്കാർ റോഡിൽ കയറിയാണ് നടക്കുന്നത്. വശങ്ങളിൽ കുറ്റിക്കാടുകൾ രൂപപ്പെടുന്നത് നിമിത്തം ഡ്രൈവർമാരുടെ കാഴ്ച തടസ്സപ്പെടുന്നുണ്ട്. റോഡിലെ ചെറുപാലങ്ങളെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. റോഡിന്റെ വീതിക്ക് ആനുപാതികമായ വീതിയില്ലാത്ത ചെറുപാലങ്ങളാണ് AC റോഡിൽ ഏറ്റവും അധികം അപകടങ്ങൾക്ക് കാരണമാകുന്നത്. വഴിവിളക്കുകളുടെയും സൈൻ ബോർഡുകളുടെയും അഭാവവും റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിൽ ഡ്രൈവർമാർ കാട്ടുന്ന വീഴ്ചകളും അറിവില്ലായ്മയും ഒക്കെ AC റോഡിലെ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം നിലവിലും നിലനിൽക്കുമ്പോൾ അതിനാവശ്യമായ നടപടി കൈക്കൊള്ളാൻ അധികാരികൾ തയ്യാറാകുന്നില്ല. റോഡ് അപകടത്തിൽപ്പെട്ട മണിക്കൂറുകളോളം ചോര വാർന്ന് റോഡിൽ കിടക്കേണ്ടി വരിക, ധാർമ്മികതയുടെ പേരിൽ പോലും വാഹനം നിർത്തി അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാൻ മെനക്കെടാത്ത സമൂഹം. വിളിപ്പുറത്താണ് പോലീസും ആംബുലൻസും എന്നൊക്കെ വാർത്താമാധ്യമങ്ങളിൽ കാണാം. എന്നാൽ തക്ക സമയത്ത് ഇവയൊന്നും ഉപകാരപ്പെടാറില്ല എന്നതാണ് വാസ്തവം. പോലീസിനും ഹൈവേ പോലീസിനും ഒക്കെ നിരത്താൻ അവരവരുടെ ന്യായീകരണങ്ങളുമുണ്ട് എന്നത് സത്യം തന്നെ. അനുസ്മരണങ്ങളും പുഷ്പാർച്ചനയും ഒക്കെ നല്ലതു തന്നെ. അനുസ്മരണവും പുഷ്പാർച്ചനകളുമില്ലാത്ത കഴിവതും അപകടരഹിതമായ യാത്രയ്ക്ക് അവസരമൊരുക്കുകയാണ് വേണ്ടത്. അതിന് അധികൃതർ തയ്യാറാവുകയാണ് വേണ്ടത്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ലോകവ്യാപകമായി നടന്ന അപകടങ്ങളിൽ ഇരയായവരുടെ ഓർമ്മദിനത്തിൽ പുഷ്പാർച്ചനയോടെ KCB ന്യൂസ്. കിടങ്ങറ ശ്രീ ശാസ്താ കൊച്ചമ്പലത്തിലെ 9ാമത് വാർഷിക മഹോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമായി. കലിയുഗവരദനും അഭീഷ്ടപ്രദായകനും അധർമ്മത്തെ ഉന്മൂലനം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിച്ച് നാടിന് സർവൈശ്വര്യവും പ്രദാനം ചെയ്യുന്ന അയ്യപ്പസ്വാമി കുടികൊള്ളുന്ന കിടങ്ങറ കൊച്ചമ്പലത്തിൽ ഡ്രൈവേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം മാരാരി കലാനിലയത്തിന്റെ ശിങ്കാരിമേളം നടന്നു. ആറ് 30 ദീപാരാധന, 6:45 കരിമരുന്ന് പ്രകടനം, പായസ വിതരണം എന്നിവയ്ക്ക് ശേഷം രോഗബാധിതരായ 10 പേർക്ക് ചികിത്സാ സഹായ വിതരണവും കിടങ്ങറ സ്കൂളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും തുടർന്ന് മജീഷ്യൻ സാമ്രാട്ട് അവതരിപ്പിക്കുന്ന മാജിക് ഷോയും നടന്നു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സഹകരണ സെമിനാർ സംഘടിപ്പിച്ചു. സഹകരണ സ്ഥാപനങ്ങളും ധനകാര്യ അതിവ്യാപനവും എന്ന വിഷയത്തിൽ ആലപ്പുഴ ബ്രദേഴ്സ് ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ നടന്നത്. G. സുധാകരൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ E. സുധി അധ്യക്ഷനായി. ഡോക്ടർ MK പ്രശാന്ത് വിഷയാവതരണം നടത്തി. PP ചിത്തരഞ്ജൻ, A. ചാന്ദിനി, TV മേഘനാഥ്, PS ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് നിലനിൽക്കുന്ന പഴയ സിസ്റ്റത്തിന്റെ എല്ലാം ഫലമായി മണിക്കൂറുകളോളം പലയിടത്തും ചെലവഴിക്കേണ്ടി വരുന്ന സ്ഥിതി. ചിലപ്പോ ചില സ്ഥലങ്ങളിൽ വരുന്നവർക്ക് ചിലപ്പോൾ വേഗതയിലൊക്കെ ആളുടെ എണ്ണവും അല്ലെങ്കിൽ കസ്റ്റമറുടെ എണ്ണവും കുറിച്ച് നടക്കുമായിരിക്കും. പക്ഷെ നമുക്കിന്ന് നടക്കുന്നില്ല. ഈ മാറിയ ലോകത്ത് നമ്മൾ മാതൃകയിലേക്ക് വരട്ടെ. നമുക്കതിൽ വരുന്ന നിലയിലേക്ക് സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേക സോഫ്റ്റ്വെയറും സിസ്റ്റവും ഉണ്ടാവില്ലേ? നമ്മൾ ഓരോ ഏജൻസികളെ ഓരോ സമയത്ത് ഏൽപ്പിച്ചു എന്നുള്ളത് പറയുന്നതല്ലാതെ ഇപ്പോഴും പലയിടത്തും അത് ഫലപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ചത് മത്സരത്തിന്റെ ഒരു കാലഘട്ടമാണ്. ഇപ്പൊ പട്ടണ പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാരോടാണ് മത്സരിക്കേണ്ടത്? ഇപ്പൊ ഞങ്ങളുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 100 മീറ്ററിനപ്പുറത്താണ് SBI. ഒരു 200 മീറ്ററുള്ളിൽ 6-7 ബാങ്കാണ്. ഒരു 1/2 കിലോമീറ്ററുള്ളിൽ എടുത്താൽ 10-25 ബാങ്കാണ്. ഇതിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടേതാകുന്ന ഒട്ടനവധി വരുന്ന ന്യൂനതകൾ, ഈ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. സേവനത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ എത്രയോ മെച്ചപ്പെട്ട സേവനം കൊടുക്കാൻ കഴിയുന്ന സ്ഥിതി ഇന്നുണ്ട്. NSS കരയോഗ വാർഷികം നടന്നു. തലവടി നടുവിലെ മുറി NSS കരയോഗ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികം പ്രൊഫസർ PK നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു.
ഇ ജയരാജൻ അധ്യക്ഷനായി. ജയകുമാർ, പി.കെ. വാസുദേവൻ, ഷെർലി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. LIC ഏജൻസ് ഓർഗനൈസേഷൻ CITU ആലപ്പുഴ വാർഷിക സമ്മേളനം നടന്നു. കിടങ്ങാമ്പറമ്പ് SNDP യൂണിയൻ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. TM തോമസ് ഐസക് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വി ചന്ദ്രസേനൻ അധ്യക്ഷനായി. N ദേവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. K ബാലകൃഷ്ണൻ, വി സജിമോൻ, M മുരളി, G ജയറാം, K വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ചരമവാർത്തകൾ. പുളിങ്ങുന്ന വേലക്കളത്തിൽ അന്നമ്മ ആവിര 86 വയസ്സ് നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച 11-ന് പുളിങ്ങുന്ന സെന്റ് മേരീസ് ഫൊറാന ദേവാലയ കുടുംബക്കല്ലറയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്ലാസ്റ്റിക് തരൂ, പുസ്തകം വാങ്ങാൻ പണം തരാം. നിർമ്മല ഭവനം നിർമ്മല നഗരം പദ്ധതിക്ക് ആലപ്പുഴ SDV സ്കൂളിൽ തുടക്കമായി. തൊഴിലുറപ്പുകാരുടെ ശ്രദ്ധയ്ക്ക് തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ ദിശാബോധം നൽകാൻ NREGS പദ്ധതി ശ്രദ്ധയ്ക്ക് സാധിക്കുമെന്ന് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. മന്ത്രി മാണി മാറണം. കോഴ വിവാദത്തിൽ അന്വേഷണം നേരിടുന്ന KM മാണി രാജിവെക്കണമെന്ന് KR ഗൗരിയമ്മ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.